ഫ്രണ്ട്സ്, എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് എവിടെ പോയാലും ജാസ്മിൻ തരംഗമാണ്. ജാസ്മിൻ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. ജാസ്മിൻ തരംഗം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പോൾ വേറെ ഒന്നുമല്ല, എവിടെ ചെന്നാലും ജാസ്മിനാണ്. എന്ന് വെച്ചാൽ ജാസ്മിൻ ഏത് കല്യാണത്തിൽ എവിടെ ചെന്നാലും ജാസ്മിന്റെ പുറകെ ആളുകളുണ്ട്, ജാസ്മിന്റെ ഫോട്ടോ എടുക്കാൻ ആളുകളുണ്ട്. ഒരു പക്ഷേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് കണ്ടന്റോടെ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് ജാസ്മിൻ. പക്ഷേ ഈ ജാസ്മിൻ അവിടെ വെച്ച സമയത്ത് ഗബ്രി ആയിട്ടുള്ള ഇത് വെച്ചാൽ അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കുറേ ഹേറ്റേഴ്സ് ഉണ്ടായി, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി നേരിട്ടു. പക്ഷെ പുറത്തിറങ്ങിയ ശേഷം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പം ജാസ്മിൻ ആളുകൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അതോടുകൂടി ജാസ്മിൻ എവിടെ പോയാലും ജാസ്മിൻ്റെ പുറകെ ആളുകളാണ്. വേറൊന്നുമല്ല, ജാസ്മിനെ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. നേരത്തെ നമുക്ക് അവിടെ വെക്കുന്ന സമയത്ത് അവരുടെ റിയൽ ക്യാരക്ടറാണോ അതോ ഫേക്ക് ആണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവിടെ ബിഗ് ബോസിൽ നിന്ന് പല ആളുകളും ഫേക്ക് ആയിട്ട് നിൽക്കുന്നത്, റിയൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയത്തില്ല എങ്ങനെയുള്ള ക്യാരക്ടറാണ് ഇവരുടെ. പക്ഷേ ഇപ്പം ജാസ്മിൻ എവിടെ ചെന്നാലും അവരുടെ അമ്മമാരും പിള്ളേരും എല്ലാം ഫോട്ടോ എടുക്കാനും നിങ്ങൾ തന്നെ നോക്കി. ഞാൻ സിജോയുടെ കല്യാണത്തിൻ്റെ ഇതാണ് പറയുന്നത്. സിജോയുടെ കല്യാണത്തിന് അത് മാത്രമല്ല, നമ്മുടെ മുടിയൻ്റെ കല്യാണത്തിനും നമ്മുടെ കൃഷിയുടെ കല്യാണത്തിനും ഇതേ സെയിം ഇതാണ്. അവരുള്ളിടത്താണ് ജാസ്മിനും ഗബ്രി എവിടെയുണ്ടോ അവിടെ ക്യാമറയും പിടിച്ച് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വന്ന് ഇത്. ഇപ്പോഴും ജാസ്മിൻ്റെ കാര്യമാണ് എന്നോട് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നത്, ബ്രോ ജാസ്മിനെ കുറിച്ച് വീഡിയോ ഇടാത്ത എന്താ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ജാസ്മിൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? എനിക്ക് കൂടുതൽ കിട്ടിയ ഇത് വെച്ച് ജാസ്മിൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു സിനിമയിൽ ഗബ്രിയും ജാസ്മിനും കൂടെ ഒരു മൂവി വരുന്നുണ്ട്. അതൊക്കെ അവർ വെളിപ്പെടുത്തും. ഇതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഇപ്പം ജാസ്മിൻ ഗബ്രി കോംബോ അല്ലെ ജാസ്മിൻ ഇപ്പം ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. ജാസ്മിനെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാണ്. നേരത്തെ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ ഒരുപാട് പേര് വേർത്തിട്ടുണ്ട്, ജാസ്മിനെ കുറിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതൊന്നും അല്ല. ജാസ്മിൻ ആളുകളിലേക്ക് എത്തിപ്പെട്ട് ജാസ്മിനെ ആളുകൾ സ്നേഹിക്കാൻ തുടങ്ങി. അത് ജാസ്മിൻ്റെ തന്നെ ഇതായിട്ട് നല്ലൊരു കാര്യമാണ്. നമുക്ക് തന്നെ സന്തോഷമേ ഉള്ളൂ. ആ കുട്ടിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ. എന്നാലും അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് ആ കുട്ടീനെ വളരെ ഇഷ്ടപ്പെടുന്നു. ജാസ്മിൻ ഇപ്പം എവിടെ ചെന്നാലും ആളുകൾക്ക് ഇഷ്ടമല്ല. നമുക്ക് തന്നെ അറിയാം. ഞാൻ പറയാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനുണ്ടായിരുന്ന സമയത്ത് എല്ലാവരും വിമർശിച്ച വ്യക്തിയാണ് ജാസ്മിൻ. അവിടെ ഗബ്രി ആയിട്ടുള്ള ആ കോംബോ ആണ് മെയിൻ ആയിട്ടുള്ള കാരണം. പക്ഷേ ആ കോംബോ പുറത്തിറങ്ങിയ ശേഷം ഇപ്പോഴും അവർ ഫേക്ക് അല്ല, അല്ലെങ്കിൽ അവരുടെ കോംബോ നല്ല കോംബോ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ആളുകൾക്ക് എത്തിപ്പെടും. പിന്നെ ജാസ്മിനെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ജാസ്മിൻ എന്താണെന്ന്, ജാസ്മിൻ്റെ വ്യക്തിഗത എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ജാസ്മിൻ അവിടെ പോയാലും ജാസ്മിന് ഒരുപാട് ആളുകളുണ്ട്, ജാസ്മിനെ സ്നേഹിക്കാനുള്ള ആളുകളുണ്ട്. ഇപ്പം ഹേറ്റേഴ്സ് കുറഞ്ഞു ജാസ്മിൻ. അല്ല, ഞാൻ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യം, ജാസ്മിൻ ഇപ്പോൾ എവിടെ ചെന്നാലും ഞാൻ നേരത്തെ ജാസ്മിൻ്റെ വീഡിയോക്കകത്ത് നമുക്ക് തന്നെ ഇൻബോക്സ് എടുത്ത് നോക്കിയാൽ ചീത്തകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം അതല്ല, ജാസ്മിൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ സന്തോഷ് മണ്ഡലൊക്കെ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ അദ്ദേഹത്തിനെ ആളുകൾക്ക് വിമർശിച്ചു. ഇപ്പം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ജാസ്മിനെ ആളുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. ജാസ്മിൻ എന്താണെന്ന് മനസ്സിലാകാൻ തുടങ്ങി. അതാണ് ജാസ്മിന് ഇത്. ഇപ്പം ഞാൻ ജാസ്മിന് പൈസ മേടിച്ച് തന്നല്ലേ വീഡിയോ ചെയ്യുന്നത്, സത്യസന്ധമായി വീഡിയോ ചെയ്യുന്നതാണ്. പല ആളുകളും വന്ന് ജാസ്മിനിക്ക് പൈസ തന്നിട്ടാണോ ബ്രോ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയും. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ വെളിപ്പെടുത്തി. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.